നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഏറ്റവും കൂടുതൽ ടോപ്പ് ഓടിയ ഒരു വീഡിയോ ആണ്. 22 കോടി ആളുകൾ കണ്ടൊരു വീഡിയോയുടെ അനലറ്റിക്സ് ആണ് നിങ്ങളെ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. യൂട്യൂബ് ഷോർട്ട് വീഡിയോ ഓടിക്കഴിഞ്ഞാൽ എത്ര രൂപ വരുമാനം കിട്ടും എന്നുള്ള. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അച്ചാനകമി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരുപാട് ആൾക്കാരുടെ സംശയം അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വീഡിയോയാണ് കേട്ടോ ഇത്. അതായത് നമ്മുടെ ഒരു യൂട്യൂബ് ഷോർട്ട് വീഡിയോ ഓടിക്കഴിഞ്ഞാൽ എത്ര രൂപ വരുമാനം കിട്ടും എന്നുള്ള. അതാ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഏറ്റവും കൂടുതൽ ഓടിയ ഒരു വീഡിയോയുടെ അനലറ്റിക്സ് ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കാണിക്കുന്ന ആ ഓരോ ഇതും കൃത്യമായിട്ട് നിങ്ങളെ കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവർക്ക് എത്ര രൂപ കിട്ടുന്നുണ്ടെന്നുള്ളത്. അതായത് നമ്മുടെ ഈ കഴിഞ്ഞിടയ്ക്ക് ഇട്ടതിൽ ഏറ്റവും കൂടുതൽ ഓടിയത്, അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഏറ്റവും കൂടുതൽ ടോപ്പ് ഓടിയ ഒരു വീഡിയോ ആണ്. 22 കോടി ആളുകൾ കണ്ട ഒരു വീഡിയോയുടെ അനലറ്റിക്സ് ആണ് നിങ്ങളെ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏതാണ്ടൊക്കെ ഒരു ഐഡിയ കിട്ടും എത്ര രൂപ ഇവർക്ക് മാസം വരുമാനം അല്ലെങ്കിൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കിട്ടുമെന്ന്. നമുക്ക് മാത്രമല്ല മറ്റുള്ളവരെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഏകദേശം അതായത് ശരിക്കുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല. ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് വരും. പിന്നെ കാണുന്ന രാജ്യങ്ങളെ അപേക്ഷിച്ച് വ്യത്യാസം വരും. വരുന്ന ആർട്സിനനുസരിച്ച് വ്യത്യാസം വരും. നമ്മുടെ ഒരു വീഡിയോയിൽ വന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഏതാണ്ട് 22 കോടി 23 കോടി ആൾക്കാരുണ്ട് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള വീഡിയോയുടെ ഡീറ്റെയിൽ ആണ് നമ്മളിന്ന് പങ്കുവെക്കാനായിട്ട് പോകുന്നത്. വീഡിയോ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3-3.5 സെക്കൻഡ് 4 സെക്കൻഡുള്ള ഒരു വീഡിയോ ആണ്. പക്ഷെ ആ വീഡിയോ വൈറലായി. ഇവളൊരു ദോശ ഇങ്ങനെ ഇട്ടിട്ട് പുറകേക്ക് വലിച്ചെറിയുന്ന ഒരു വീഡിയോ ആണ്. ആ വീഡിയോയിൽ ഞാൻ വന്ന് പുറകുന്നത് മേടിക്കുന്നത്. ദോശ ചുടുന്നു, അത് പുറകോട്ട് ഇങ്ങനെ ഇതാക്കുമ്പോഴേക്കും കറക്റ്റ് ടൈമിൽ ക്യാച്ച് പിടിക്കുന്നു. അതെ, ക്യാച്ച് പിടിക്കുക അല്ലേ, രണ്ടും ഒന്നാണല്ലോ അല്ലെ. ആ സംഭവമാണ്. അത് കുറെ പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു വീഡിയോ ആണ് കുറെ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ ഏറ്റവും കൂടുതൽ വീഡിയോ വൈറലാകണം. അതുകൊണ്ടാണ് അങ്ങനെയുള്ള വീഡിയോകൾ എടുക്കുന്നത്. പക്ഷെ അതിനകത്ത് വേറെ ഒന്നുമില്ല. നല്ല കഷ്ടപ്പെട്ട് എടുക്കുന്ന വീഡിയോകളൊന്നും ഓടുകയില്ല. അപ്പൊ നിങ്ങൾ പ്രത്യേകിച്ച് അതില് മീനിങ്ങോ കണ്ടന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ടൈമിങ് അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അതെ, അപ്പൊ ചില വീഡിയോ ഓടും, ചിലത് ഓടുകയില്ല. അപ്പൊ എന്തായാലും ആ ഒരു വീഡിയോയെ കുറിച്ചാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ആ വീഡിയോയിൽ ഞാൻ ഓരോ സ്റ്റെപ്പ്, ആ വീഡിയോ വൈറലാകുന്നു എന്ന് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഓരോ സ്റ്റെപ്പ് വരുമ്പോഴും അതിന്റെ അനലറ്റിക്സ് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്, ഒരു വീഡിയോ ചെയ്ത് കാണിക്കാൻ വേണ്ടി. പക്ഷെ ഇത്രത്തോളം അത് പിന്നെ വൈറലാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ ആദ്യമായിട്ട് എടുത്ത് വെക്കുമ്പോൾ 66.5 മില്യൺ വ്യൂ ആയി കഴിഞ്ഞപ്പോഴാണ് ആദ്യത്തെ സ്ക്രീൻ റെക്കോർഡ് ഞാൻ ചെയ്ത് വെക്കുന്നത്. 66.6 മില്യൺ 6 കോടി ആൾക്കാർ കണ്ടു കഴിഞ്ഞപ്പോൾ എടുത്ത് വെക്കുന്ന സ്ക്രീൻഷോട്ടാണ് കേട്ടോ എടുത്ത് വെച്ചത്. അതിന്റെ ഈ സൈഡിൽ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിനകത്ത് വ്യക്തമായിട്ട് കാണാം. ഈ സൈഡിൽ ഇച്ചിരി ഗ്യാപ്പ് ഇടുവാണെങ്കിൽ, വീഡിയോ എടുക്കുമ്പോൾ ഗ്യാപ്പ് ഇടുവാണെങ്കിൽ ഈ സൈഡിൽ നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഈ കാണുന്ന 66.5 മില്യൺ വ്യൂ ആ വീഡിയോയ്ക്ക് വന്നപ്പോൾ നമുക്ക് കിട്ടിയ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20,000 സബ്സ്ക്രൈബേഴ്സിന് നമുക്ക് അത്രയും 6 മില്യൺ ആൾക്കാർ 66 മില്യൺ ആൾക്കാർ കണ്ടപ്പോഴാട്ടോ വെറും 20,000 സബ്സ്ക്രൈബേഴ്സ് കൂടിയത്. അതിന്റെ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $47.56. വെറും $47 66 മില്യൺ ആൾക്കാർ ഒരു ഷോർട്ട് വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത്. അതായത് 1 മില്യൺ ആൾക്കാർ കണ്ടിട്ട് $1 പോലും തികച്ചു വരുന്നില്ല എന്നുള്ളതാണ് അർത്ഥം. അപ്പം നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. $47.56 അതായത് $1 $80, $85 ആ ഒരു ഇതിൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേരിയേഷൻസ് ഒക്കെ വരും. നമ്മുടെ ഡോളറിന്റെ റേറ്റ് അനുസരിച്ച് എന്തായാലും ഒരു 80 രൂപ അല്ലെ, 80 വെച്ച് കണക്ക് കൂട്ടാം. അപ്പൊ ഇതാണ് വെറും $47, അതായത് 66 കോടിയോളം ആൾക്കാർ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇത്രയും കിട്ടിയെന്ന് നോക്കണം. 66 മില്യൺ ആൾക്കാർ. അവിടെ ഒന്നുമില്ല, നിനക്ക് തോന്നുന്നു. ഇവിടെ ഒന്നുമില്ലടി, അവിടെ ഒരു കിണ്ടിയില്ല. അവിടെ കുരുകുരുകുരാന്ന് തടിച്ചു വരുന്നുണ്ട്. എന്താ അത് നിനക്കൊരു ഇല്ലടി, അവിടെ ഒന്നും വല്ല പാമ്പോ പഴുതാരായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ എൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ എടുത്തു വെച്ചതാണ്. ഈ വീഡിയോ അവസാനം വരെ കാണണം. കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എത്ര കിട്ടിയെന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ ഭാഗത്ത് എടുത്ത് വെച്ചപ്പോഴാണ്. പിന്നെ ഞാനൊരു വീഡിയോ ഓടിക്കഴിഞ്ഞ് പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം അത് നല്ല രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ വീണ്ടും അടുത്ത സ്ക്രീൻ റെക്കോർഡ് ചെയ്തു. 112 മില്യൺ ആയപ്പോൾ എത്ര കിട്ടിയെന്നുള്ളതാണ്. അതായത് 35,000 സബ്സ്ക്രൈബേഴ്സ് കയറി. അത് അത്രയ്ക്കും ശോകമാണെന്നുള്ളതാണ്. കാരണം ഈ ഒരു കഴിഞ്ഞ മാസം തൊട്ട് വീഡിയോയ്ക്ക് റീച്ച് വരും, പക്ഷേ അതിനുള്ള ഏണിങ്സ് കിട്ടത്തില്ല. അതാണ് പുതിയ യൂട്യൂബിൻ്റെ ഒരു സംവിധാനം കയറി വന്നേക്കുന്നതാണ്. അതായത് വ്യൂ ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും, പക്ഷെ
കഴിഞ്ഞ മാസം 1-ാം തീയതി മുതലാണ് തോന്നുന്നത് അത് സ്റ്റാർട്ട് ആയത്. വ്യൂ കൂടുതലായിരിക്കും, പക്ഷെ അതിനനുസരിച്ചുള്ള പേയ്മെന്റ് ഉണ്ടാവില്ല. പേയ്മെന്റ് സബ്സ്ക്രൈബേഴ്സും കുറവാണെന്നാ തോന്നുന്നത്. സബ്സ്ക്രൈബേഴ്സും കുറവാണ്. കയറുന്ന ആ ഒരു ഇത് 35,000 പേരാണ് 112 മില്യൺ ആൾക്കാർ കണ്ടു കഴിഞ്ഞപ്പോൾ. അതായത് 12 കോടി ആൾക്കാർ ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പം വെറും 35,000 പേരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അത് ഇപ്പൊ ആണ് ഇങ്ങനെ കാണിക്കാൻ തുടങ്ങിയത്. ഇതിന് മുന്നേ ഒക്കെ കുറച്ച് വ്യൂ ഉണ്ടെങ്കിലും നല്ലപോലെ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ ഏണിങ്സും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം കഴിഞ്ഞ മാസം മുതൽ യൂട്യൂബിന്റെ പുതിയ പോളിസി ആണെന്ന് തോന്നുന്നു ഇങ്ങനെ കാണിക്കാൻ, ഇങ്ങനെയാന്ന് പറയുന്നത് കേട്ടു. അതായത് വ്യൂ നല്ല പോലെ കാണിക്കും. പേയ്മെന്റ് പറയാം. അതായത് 112 മില്യൺ, ഇപ്പൊ $126 കയറിയിരിക്കുന്നത്. 112 മില്യൺ ആളുകൾ. അപ്പൊ ഏതാണ്ട് $1 വെച്ച് ഒരു വ്യൂവിന് അല്ല ഒരു മില്യണ് വരുന്നുണ്ട് കേട്ടോ. അതാണ് അവസ്ഥ. അപ്പൊ നിങ്ങൾ നോക്കണം, 10,000, 10,000, 20,000 അല്ല 1,00,000 പേരൊക്കെ ഒരു ഷോർട്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല. നമ്മൾ കഷ്ടപ്പെടുന്നതിനുള്ള ഒന്നും കിട്ടത്തില്ല. അപ്പൊ നമ്മൾ അതനുസരിച്ച് രാപകലില്ലാതെ 2-3 വീഡിയോ ഒക്കെ ചില ദിവസം ഇടാറുണ്ട്. അപ്പോൾ ചില വീഡിയോ 1 മില്യണൊക്കെ ആയിരിക്കും. 1 മില്യൺ അടിക്കുമ്പോൾ കിട്ടുന്നത് വെറും 80 രൂപയാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ $1 കിട്ടുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇവർക്ക് മില്യൺ വ്യൂ ഉണ്ടല്ലോ, അതുപോലെ കിട്ടുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അതുപോലെ കിട്ടത്തില്ല. പ്രത്യേകിച്ച് ഈ മാസം മുതൽ വളരെ കുറവാണ്. വ്യൂവിനനുസരിച്ച് ഒരിക്കലും പേയ്മെന്റ് കയറിയല്ല. നേരത്തെ പക്ഷേ ഈ വ്യൂ ആയിരുന്നെങ്കിൽ നല്ല പേയ്മെന്റ് ഉണ്ടായിരുന്നു. ഇപ്പോഴത് നേരെ കുത്തനെ കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒന്നും കയറുന്നില്ല എന്നുള്ളതാണ്. അതായത് നേരത്തെ ഒരു 1/4 ഭാഗമാണ് ഇപ്പൊ കയറുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. 4-1 പോലും കയറുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്കും ഒരു ഇതാണ്, ശോകമാണ് യൂട്യൂബിന്റെ ആ ഒരു പേയ്മെന്റിന്റെ അവസ്ഥ. വളരെ കുറവാണ്. വ്യൂ ഭയങ്കരമായിട്ടുണ്ട് താനും. വ്യൂ നേരത്തെ കഴിഞ്ഞേക്കാളും കൂടുതൽ വ്യൂ കാണിക്കുന്നുണ്ട്. വ്യൂ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ പേയ്മെന്റിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അത്ര സംതൃപ്തി തോന്നത്തില്ല. അപ്പോ നേരത്തെ അപേക്ഷിച്ച് ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നലെ എടുത്ത വീഡിയോ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അത് ഇന്നിപ്പോൾ 2ാമത്തെ ദിവസമാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഭാഗം കൂടെ ഒന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാമെന്ന് കരുതി. അതായത് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് 112 മില്യൺ വ്യൂ കിട്ടിക്കഴിഞ്ഞപ്പോൾ എത്ര $, കിട്ടി എന്നുള്ളതാണ് പറഞ്ഞത്. എത്ര രൂപയാണ് കിട്ടിയെന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്, അത് ചെറിയ സാങ്കേതിക കാരണങ്ങളാലാണ് ഇന്നലത്തെ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ വന്ന്. കംപ്ലീറ്റ് ചെയ്തിരുന്ന വീഡിയോ പക്ഷേ അത് സ്റ്റക്കായി പോവുകയാണ് ചെയ്യുന്നത്. കാരണം കുറേ സമയമുണ്ടായിരുന്നു, 10-18 മിനിറ്റ് ഉണ്ടായിരുന്നു ആ വീഡിയോ. അപ്പോൾ എന്തായാലും അതിൻ്റെ ബാക്കി ഭാഗം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമുക്ക് അതിന് ശേഷമുള്ളത് ഞാൻ ഒരു 2 ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് വീണ്ടും അതിൻ്റെ അനലറ്റിക്സിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 161.9 മില്യണാണ് ആ സമയത്തെ വ്യൂ. 161.9 മില്യൺ, ഏതാണ്ട് 17 കോടി ആളുകൾക്കടുത്ത് ആ വീഡിയോ കണ്ടതിന് ശേഷമുള്ളതാണ് കേട്ടോ. അപ്പോൾ കിട്ടിയേക്കുന്ന സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 53.6K സബ്സ്ക്രൈബേഴ്സ്. ഏതാണ്ട് 53,000 സബ്സ്ക്രൈബേഴ്സിന് നമുക്ക് ആ സമയം വരെ കിട്ടിയിട്ടുള്ളൂ. അത്രയും പേര്, 16 കോടി ആൾക്കാർ കണ്ടിട്ടാണ് ഈ 53,000 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കയറിയേക്കുന്നത്. അത്രയും കുറവാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് ഈ കൊച്ച വീടല്ലേ, അടുത്തതിന് ഡോളറിലേക്ക് വന്നു കഴിഞ്ഞാൽ $272 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് $1 മിച്ചമുണ്ട്. $1.5 വെച്ച് കിട്ടുന്നുണ്ട്. 1 മില്യൺ അടിക്കുമ്പോഴാണ് കേട്ടോ. $272, അതായത് 17 കോടി ആളുകൾ, 169 മില്യൺ, 170 മില്യൺ, 17 കോടി ആൾക്കാർ കണ്ടു കഴിഞ്ഞപ്പോൾ കിട്ടിയതാണ് $272. അപ്പോൾ ഒന്ന് മനസ്സിലാക്കിയ മതി. നമ്മൾ ഇടുന്ന വീഡിയോ വല്ല കാലത്തും ആണ്, മാസത്തിലൊന്നോ അല്ലെങ്കിൽ മില്യനൊന്നും അടിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ചുരുങ്ങിയ പൈസ ഇപ്പൊ കിട്ടുന്നുള്ളൂ. ലക്ഷത്തിനൊന്നും കിട്ടുന്നില്ല. ലക്ഷത്തിനൊന്നും ഒരു വിലയില്ലാണ്ടായിരിക്കുകയാണ്. മില്യണൊക്കെ അടിക്കുമ്പോഴാണ് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ 1 മണിക്കൂർ 2 മണിക്കൂർ മെനക്കെട്ടാനുള്ളത് കിട്ടത്തുള്ളൂ. അതായത് ഞാൻ പറഞ്ഞല്ലോ, $1 ഒക്കെ എന്ന് പറഞ്ഞാൽ $1 എത്ര ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അത്രയൊക്കെയാണ്. നമ്മൾ ഈ മില്യണും ക്രോയും ഒക്കെ വ്യൂ പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരുപാട് കിട്ടുന്നുണ്ടാവുമെന്ന്, അല്ലെങ്കിൽ ലക്ഷമൊക്കെ നമ്മുടെയൊക്കെ ലക്ഷമേ വരുന്നുള്ളൂ. മില്യണൊക്കെ വല്ലപ്പോഴും ഇപ്പം ഇത്രയും കുറവ് വന്നേക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് തന്നെ എന്താ പറയുക, യൂട്യൂബ് കൊണ്ട് തന്നെ ഒരിക്കലും മുന്നോട്ട് പോകില്ല എന്നുള്ളൊരവസ്ഥയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെതായ കുറവുകൾ വന്നിട്ടുണ്ട്. കാണുന്നവർ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പുതിയ ആൾക്കാർ ക്രിയേറ്റേഴ്സ് വരുന്നുണ്ട്. അവർ ക്രിയേറ്റേഴ്സിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബ് വ്യൂസ് കൂട്ടി കൊടുക്കുന്നുണ്ട്. അതായത് റെക്കമെൻഡ് ചെയ്യും, കൂടുതൽ ആളുകളിലേക്ക് യൂട്യൂബ് തന്നെ പ്രൊമോട്ട് ചെയ്യും നമ്മുടെ വീഡിയോ. അങ്ങനെ കൂടുതൽ ആളുകളിലെത്തും. കാര്യങ്ങളോ അവർ കൂട്ടിയിട്ടില്ല. അതെ,
ഏണിങ്സ് ശരിക്കും പറഞ്ഞാൽ അതിനനുസരിച്ച് കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് പണ്ട് നമ്മൾ കിട്ടിക്കൊണ്ടിരുന്ന വ്യൂവിനനുസരിച്ച് കിട്ടിക്കൊണ്ടിരുന്നതിൽ കാൽ ഭാഗമാണ് ഇപ്പോൾ കിട്ടുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു പുതിയ ചാനൽ തുടങ്ങിയപ്പോൾ അതിനകത്ത് തുടക്കത്തിൽ ഭയങ്കര വ്യൂ ആണ് ആ ചാനലിന്. അതായത് പുതിയ യൂട്യൂബേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ചാനൽ തുടങ്ങുമ്പോൾ ഭയങ്കര വ്യൂ. അപ്പോൾ നമ്മൾ അന്നാമരിയ ഒഫീഷ്യൽ എന്ന് പറഞ്ഞൊരു ചാനൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയായിരുന്നു. അപ്പോൾ അത് നിസ്സാര 7-8 ദിവസം കൊണ്ട് 1 lakh സബ്സ്ക്രൈബേഴ്സ് ആയി. 8 ദിവസം കൊണ്ട്. ഇപ്പോൾ അത് 1.5 മാസമായുള്ളൂ. അപ്പോഴത്തേക്ക് തന്നെ 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. അതിനകത്ത് നമ്മൾ ഇതിനകത്ത് ഇടുന്ന ലോങ് വീഡിയോയ്ക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വ്യൂ ആണ് ഇപ്പോൾ അതിനകത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം തന്നെ അറിയാം, പ്രൊമോഷൻ കൂടുന്നതുകൊണ്ടാണ്. യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുന്നത് പുതിയ ചാനലുകളെയാണ് ഏറ്റവും നല്ല രീതിയിൽ അവർ കയറി വരാൻ വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമൊക്കെ ആയിട്ടായിരിക്കും പഴയ ചാനലുകൾക്ക് ഒരുപാട് ചാനലുകൾക്ക് ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ കണ്ടന്റുകളിലൊന്നും വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല. കുറെയൊക്കെ മാറ്റം ഉണ്ടാവും. നമ്മൾ എന്തെങ്കിലും ഒരു ഇപ്പൊ ഒരുപാട് വീഡിയോ ഒന്നും നമ്മൾ ഇടുന്നില്ല. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഇപ്പൊ വീഡിയോ ഇടുന്നുള്ളൂ. അല്ലാതെ നേരത്തെ ലോങ് വീഡിയോയുടെ നമ്മൾ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല 10,000-10,000 പേരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ലോങ് വീഡിയോക്ക് ഇത് കൂടുതൽ ഏണിങ്സ് കിട്ടും. നല്ല ഏണിങ്സ് കിട്ടും. ഇപ്പോൾ 1 ലക്ഷം പേര് കണ്ടു കഴിഞ്ഞാൽ നല്ല വരുമാനമുണ്ട്. പക്ഷെ നമ്മുടെ വീഡിയോ 10,000, 5,000 അതാകുമ്പോൾ ഒന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ ഇതൊന്നും നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ ചാനലിൽ സംശയം ഉണ്ടാവും. ഷോർട്ട് എത്ര രൂപ കിട്ടുന്നുണ്ടാവും, യൂട്യൂബിൽ നിന്ന് എത്ര വരുമാനം കിട്ടുന്നുണ്ടാവും, ലോങ്ങിൽ നിന്ന് എത്ര കിട്ടുന്നുണ്ടാവും എന്നൊക്കെ സംശയം കുറേ പേര് നമ്മളോട് നേരിട്ട് ചോദിച്ചിട്ടുണ്ട്. അതെ, ഇതിന് കിട്ടാറുണ്ടോ, ഇതിന് കിട്ടുന്നുണ്ടോ? അതെ, നമ്മളിങ്ങനെ കാണിക്കുന്നത് കാണുമ്പോൾ പിന്നെ നമ്മൾ ഈ ചില കോപ്രായമായിട്ടുള്ള വീഡിയോകളൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഓടുന്നത്. ഇപ്പോൾ കണ്ടില്ല, ആ വീഡിയോയ്ക്കകത്ത് തന്നെ ഇരുന്നിട്ടാണ്. ആ വീഡിയോ ആണ് 10, 22, 23 കോടി ആളുകൾ. വീഡിയോകളായി നമ്മൾ ഒട്ടും ഓടില്ലെന്ന് പ്രതീക്ഷിക്കുന്ന വീഡിയോ ആയിരിക്കും ചിലപ്പോൾ ഒരു മിനിറ്റ് വീഡിയോ ഒക്കെ നമ്മൾ നല്ല കഷ്ടപ്പെട്ട് നല്ല കഥയൊക്കെ ഉണ്ടാക്കി ചെയ്യും. പക്ഷെ അത് ഓടത്തുമില്ല. നമ്മളെ കഷ്ടപ്പെടുന്നത് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കഷ്ടപ്പാടില്ലാതെ ചുമ്മാ ടക്കേന്ന് ചെയ്യുന്ന വീഡിയോകളായിരിക്കും ചിലപ്പോൾ ഓടുന്നത്. എല്ലായ്പ്പോഴും ഓടണമെന്നില്ല കേട്ടോ. അത് 100 വീഡിയോ ഇട്ട് കഴിയുമ്പോഴായിരിക്കും ഒരു വീഡിയോ വൈറലാകുന്നത്. പിന്നെ പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ യൂട്യൂബിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്കൊരു അവരോട് പറയാനുള്ളത്, നിങ്ങൾ വന്നിട്ട് ഇടയ്ക്ക് ഒരു ഒന്നോ രണ്ടോ വീഡിയോ ചെയ്തതിന് ശേഷം ഇട്ടിട്ട് പോകാതിരിക്കുക. കാരണം ഇട്ടിട്ട് പോയാൽ ഒരിക്കലും നമുക്ക് അതിനകത്ത് വിജയിക്കാൻ പറ്റത്തില്ല. പൂർണ്ണമായിട്ടും നമ്മൾ മനസ്സ് അതിനകത്തേക്ക് കൊടുത്ത് ഫുൾ ടൈം അതിനകത്ത് മെനക്കെട്ടാൽ മാത്രമേ എന്തെങ്കിലും ഒക്കെ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഒന്നും കിട്ടത്തില്ല. ഞങ്ങളിപ്പോൾ ഈ ഒരു 2 വർഷത്തോളമായിട്ടല്ലേ, ഞാൻ പ്രത്യേകിച്ച് ആ കുവൈറ്റിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ 2 കൊല്ലം ആകുന്നല്ലേ, പൂർണ്ണമായിട്ടും നമ്മൾ അതിലേക്ക് വിട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളുടെ വലിയ കഴിവുള്ള വീഡിയോസോ അല്ല, വലിയ സംഭവം എന്നുള്ള വീഡിയോ അല്ല. അതിനിടയ്ക്ക് ഇപ്പോൾ ചിലപ്പോൾ 10 വീഡിയോ ഇടുമ്പോഴായിരിക്കും ഒരു വീഡിയോ കുറച്ച് ഓടുന്നത്, അല്ലെങ്കിൽ 100 വീഡിയോ ഇടുമ്പോഴായിരിക്കും ഒരു വീഡിയോ വൈറലാകുന്നത്. പക്ഷേ ഞങ്ങൾ വീഡിയോ വൈറലായില്ലല്ലോ എന്നോർത്ത് വിഷമിച്ച് അടുത്ത വീഡിയോ ഇടാതിരിക്കുകയൊന്നുമില്ല, വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ ഇടാനുള്ള മനസ്സുണ്ടാവുക, നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, പണിയെടുത്തുകൊണ്ടിരിക്കുക. ഒരു സമയത്ത് എപ്പോഴെങ്കിലും ഒരു വീഡിയോ കയറി റീച്ചാവും, അന്ന് നിങ്ങളും രക്ഷപ്പെടും. അപ്പോൾ അതുകൊണ്ട് ആരും പുതിയതായിട്ട് വരുന്ന ആരും വിഷമിക്കൊന്നും വേണ്ട. വരുന്നവർക്കൊരു പ്രചോദനമായിക്കോട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് ഈ ഒരു വീഡിയോയും കൂടെ അവർക്കും കൂടെ ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം ഇതൊന്നും ആരും പറഞ്ഞു കൊടുക്കത്തില്ല. കാരണം എനിക്ക് കിട്ടി വേറെ ഒരാൾക്ക് കിട്ടരുതെന്നാണ് ഇന്നും ചുറ്റുമുള്ള പലരും ചിന്തിക്കുന്നത്. അത് ഏത് കാര്യത്തിലായാലും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി അതൊന്നും പറഞ്ഞു കൊടുക്കാൻ ആരും തയ്യാറാകുകയില്ല. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഏണിങ്സിൻ്റെ കാര്യത്തൊന്നും ആരും പറയുകയില്ല. അപ്പോൾ മറ്റുള്ളവരെ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, അവർക്ക് ഏകദേശമൊക്കെ ഇതുപോലൊക്കെ ആയിരിക്കാം. കാരണം ഒരുപാട് വ്യൂ ഒക്കെ ഉള്ള ആൾക്കാരുണ്ട്. നമ്മളൊന്നും അവരുടെ ഏഴയലത്ത് പോലും വരത്തില്ല അല്ലേ. അങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എത്ര കിട്ടുന്നുണ്ടാവുമെന്ന് നമുക്കൊന്ന് കണക്ക് കൂട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇതൊന്ന് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. ഞങ്ങൾ ഇന്നലെ ചെയ്ത വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇന്ന് രണ്ടാമത് വീണ്ടും ഇന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തു കഴിഞ്ഞപ്പോഴാണ് അത് റിപ്പീറ്റ് വന്നിട്ടുണ്ടാവും. കാരണം അവസാന ഭാഗം കേട്ടതിന് ശേഷമാണ് ഈ വീഡിയോ പിന്നെ ഒന്ന് എടുക്കുന്നത്. അതായത് ഞങ്ങൾ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് സ്റ്റക്കായി പോയ വീഡിയോ അത്രയും കിട്ടിയുള്ളൂ, ബാക്കി എടുക്കാൻ പറ്റിയില്ല. ക്ഷമിക്കുക. അതെ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അല്ലേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ. ആദിക്കുട്ടാ.